ഓക്കെ ആണോ എന്ന് പറയാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാണ്. ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പരെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അത് ശരിയാണ്. സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. മൂപ്പരെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. എത്ര പേര് ഇന്നലത്തെ ലൈവ് കണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ പറ്റുന്നത്ര ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പൈസയും ഇതും ഉള്ള ആളെ ഇതാക്കാൻ നിൽക്കരുതായിരുന്നു. മനസ്സിലായോ? നമ്മളതിൽ പൈസ ഇല്ല, നമ്മളതിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഇല്ല, പവറില്ല. സോ അതുകൊണ്ട് സൗണ്ട് കുറവാണോ? എനിക്ക് ഓക്കെ. അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോവും. പിന്നെ ജാസീൻ്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി. മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോകും. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ ലൈവിന് ഒരാഴ്ചക്ക് ശേഷം മറ്റേ ലൈവ് ഉണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മ